ഹായ് ഹലോ സുഖമല്ലേ? അപ്പം ഞാനിന്ന് ഈ സീസണിലെ അവസാനത്തെ ചക്കയാണ് എടുത്തിട്ടുള്ളത്, പഴുത്ത ചക്ക. അപ്പോൾ പഴുത്ത ചക്ക ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചക്ക ചെറുതായിട്ട്, അധികം ചെറുതൊന്നുമല്ല, എന്നാൽ ഇതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒരു 2-3 പ്രാവശ്യം ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് മഴയത്തുള്ള ചക്ക ആയതുകൊണ്ട് കുറച്ച് വെള്ളം അതിനകത്ത് ഉണ്ടാകും. ഇനിയിപ്പോൾ നിങ്ങൾ ചൂടുകാലത്ത് ഉണ്ടാക്കുമ്പോൾ ഇത് എത്രയും വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ ഈ ചക്ക ഉണ്ടാക്കുന്നത് ചക്ക ഇട്ടതിന് ശേഷം തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഒരു മുഴുവൻ തേങ്ങയുടെ ചിരണ്ടിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വലിയ പ്രോസസ്സൊന്നും ഇല്ലാതെ എന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചക്ക വരട്ടിയതാണ്. അതായത് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ ചക്ക കുറേ നേരം വരട്ടി പിന്നെ തേങ്ങ വരട്ടി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഒരു മുഴുവനായിട്ടുള്ളൊരു തേങ്ങയും കൂടി അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെല്ലമാണ്. വെല്ലം ഞാനിപ്പോൾ ഒരു 5 പീസ് വെല്ലം, ഒരു 400 ഗ്രാമിനടുത്തുണ്ടാകും. അത് എടുത്തിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അരിച്ച് മാറ്റി വെച്ചതാണ്. അത് എന്നപ്പോൾ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ സമയമൊന്നും ലേറ്റ് ആക്കേണ്ട ഒന്നും ആവശ്യമില്ല. അതിൻ്റെ കൂടെ തന്നെ ചേർത്തിട്ട് വീണ്ടും ഒന്നെല്ലാം സെറ്റാക്കി വെക്കുക. അപ്പോൾ ഈ സമയത്ത് ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ഇടയ്ക്ക് ഇതുപോലെ 2-3 പ്രാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. തുടരെ ഒന്നും ഇളക്കണ്ട. അത് നമുക്ക് മനസ്സിലാവും, അടിക്ക് പിടിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഒരു 5-10 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും ഇത് വഴറ്റി വരുമ്പം അതായത് ചക്കയെല്ലാം ചെറുതായിട്ട് വരുവേ, പകുതിയായിട്ട് വരും. അപ്പോൾ ഈ ചക്ക വരട്ടിയത് ഞാൻ ഇതുപോലെ ഒരു മാസം മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഫ്രിഡ്ജിനകത്തുണ്ട്, നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് ചക്ക ഇങ്ങനെ വരട്ടി എല്ലാം സെറ്റാക്കി വെച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിൻ്റെ പുറത്താണെങ്കിൽ നമുക്ക് ഒരു 2-3 മാസം വരെയൊക്കെ പുറത്ത് വെച്ചിരുന്നാൽ ഒന്നും ആവാൻ പോകുന്നില്ല. ഇനി അതല്ല, നിങ്ങൾക്ക് അതിലും കൂടുതലൊക്കെ സമയം വെക്കണമെങ്കിൽ ഫ്രീസറിൽ വെക്കണേ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു 10 മിനിറ്റിന് ശേഷം ഇതിനകത്ത് വെള്ളം ഇങ്ങനെ കൂടി നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മഴക്കാലത്തെ ചക്ക ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഇതുപോലെ ഞാൻ ചെറിയ ബോക്സിലാക്കി വെച്ച ഒരു ചക്കയുടെ ഇത് ബോക്സാണ് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ അതൊന്നും ആയിട്ടില്ല. ഇനി നമുക്ക് ജൂലൈ മാസം അല്ലെങ്കിൽ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേനും അതിനോടൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടം ഉണ്ടാവില്ല. ആ സമയത്ത് നമുക്ക് എടുത്തിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാം പകുതി വരെ നമുക്കെല്ലാം പകുതിയോളായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇതിനകത്ത് വെള്ളം എല്ലാം വറ്റി നന്നായിട്ട് ഒന്ന് വരണം. ഇതിപ്പം ഇനിയും കുറച്ചും കൂടെ വരട്ടിയെടുക്കാനുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ലേന്ന്. അപ്പോൾ എനിക്ക് ഏലക്കപ്പൊടി ഇഷ്ടമില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുമേ. അങ്ങനെ ഞാനിത് അധിക നേരമൊന്നും വരട്ടി എടുത്തിട്ടേ ഇല്ല. ജസ്റ്റ് കുറച്ച് നേരം വരട്ടും, പിന്നെ അവിടെ നിൽക്കും, അങ്ങനെയാണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ചക്കയെല്ലാം നന്നായി വരണ്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ വേറെ നട്ട്സോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. അല്ലാണ്ട് തന്നെ കഴിക്കാൻ സൂപ്പറായിട്ടുള്ള ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.